ഇത് ഇപ്പോഴുള്ള ഡ്രിങ്ക് നന്നാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടില്ലേ? അല്ല, മണ്ണ് മാന്തി കഴിഞ്ഞാൽ മണ്ണ് മാന്തി ഡ്രിങ്കിന്റെ അവിടെ ഒരു നിങ്ങൾക്ക് നന്നാവില്ലേ? പഴയ കനാല് വാങ്ങിയിട്ടുള്ള പരിപാടിയാണ് ഞങ്ങൾക്ക് ഇപ്പോ ഫ്രഞ്ച് കാണാൻ വേണ്ടി പോവുകയാണ്. ഫ്രഞ്ച് കണ്ടതിന് ശേഷം DFOനോട് സംസാരിച്ചിട്ട് എന്താ വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം കേട്ടോ. ഇപ്പൊ നേരെ പോയിട്ട് ട്രഞ്ചാണ് കാണുന്നത്, എന്താ അവിടെ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. നോക്കിയിട്ട് നിങ്ങൾ കല്ലിട്ട് 1 മീറ്റർ താഴ്ചയിൽ ഇതുവരെ ഉള്ളൂ. ഇത് ഒന്നുമില്ല, ചുറ്റും ഇങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കൃഷി ചെയ്ത് ജീവിക്കാനും ഇവിടെ പറ്റൂല. കാട്ടിൽ പോയി എന്തെങ്കിലും പിന്നെ സാധനങ്ങൾ കൊടുന്ന് പുറത്ത് വിൽക്കാനും പറ്റൂല. അങ്ങനെയാണ് ഇതിനു മുമ്പേ പരാതികൾ ഞങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. Okay, so 3 years ago they made this. Now the elephants are going for the water. No, they closed it. Now they closed it. ഇതൊരു ആദിവാസി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇവിടെ കൃഷി ചെയ്യണം, നിങ്ങൾക്ക് അനുവദിക്കുന്നില്ല. അതെങ്ങനെ അറിയോ? അതെ Yes, I understand. That's why I wanted to see it. Because I wanted to understand what is the problem, why you don't believe. I can see now why you don't believe, because it's not maintained at all. This elephant will walk from here anytime. അതുകൊണ്ടാണ് മേഡം വന്നത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടപ്പോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ട്രഞ്ചിൽ വിശ്വസിക്കാത്തതെന്നിപ്പോ മേഡത്തിന് ബോധ്യമായില്ലേ? Supposing in a village, if they have a trench like this, cannot Manrega take the responsibility, the Panchayat take the responsibility for maintenance through Manrega? അതാണ് ഞങ്ങൾ ഇപ്പോൾ ആക്ച്വലി വാട്ട് പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തിങ്ക് there should be a user group who should maintain whether it is a trench or the fence. That user group should maintain that is a we will execute a bond between the user group and even for this desilting the area trench we can use Manrega. No, I think the problem here is that because somebody is in field, they don't have food. So you have to first restore faith.